എതിരൻ കതിരവൻ്റെ മസ്തിഷ്കം എന്ന പുസ്തകമാണ് ഈ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ പ്രധാനമായിട്ടും റെഫറൻസ് ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഷിക്കാഗോ യൂണിവേഴ്സിറ്റിയിലെ ഒരു ശാസ്ത്രജ്ഞനായിട്ടും പ്രൊഫസറായിട്ടും ഒക്കെ പ്രവർത്തിച്ചിട്ടുള്ള എതിരൻ കതിരവൻ മലയാളികൾക്ക് സുപരിചിതനാണ്. അദ്ദേഹം അതിപ്രശസ്തനായിട്ടുള്ള ഒരു എഴുത്തുകാരൻ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിലെ 66 മുതൽ 93 വരെയുള്ള പേജുകളാണ് ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി പ്രധാനമായിട്ടും ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അത് സാധാരണക്കാരൻ്റെ ഭാഷയിൽ സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഈ വീഡിയോ. എനിക്ക് അറിയാത്ത വിഷയങ്ങളൊക്കെ ഇത്തരത്തിൽ അറിവുള്ള ആളുകളുടെ പുസ്തകങ്ങൾ വായിച്ചിട്ട് മാത്രമാണ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാറുള്ളത്. അതിൻ്റെയൊക്കെ റെഫറൻസുകളൊക്കെ ഞാൻ എല്ലാ വീഡിയോയുടെയും താഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ഒക്കെ കൊടുക്കാറുണ്ട്. നിങ്ങൾക്ക് അത് പരിശോധിക്കാവുന്നതാണ്. മനുഷ്യർക്ക് ഒരുപാട് അന്ധമായിട്ടുള്ള വിശ്വാസങ്ങളുണ്ട്. ഇപ്പോൾ ക്യാൻസർ വരുന്ന ഒരു വ്യക്തി മുള്ളാത്ത കഴിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ക്യാൻസർ പോകുമെന്ന് പറയുന്ന അന്ധവിശ്വാസമുണ്ട്. ധാരാളമായിട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അത് ഒലിച്ചു പോകുമെന്ന് പറയുന്ന വിശ്വാസങ്ങളുണ്ട്. അതുപോലെ പലതരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള മറ്റ് മനുഷ്യർക്ക് ഭീഷണിയാകുന്ന തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളുണ്ട്. നരബലി ഈ കാലഘട്ടത്തിൽ പോലും നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. കൂടോത്രങ്ങൾ, മന്ത്രവാദങ്ങൾ, വാക്സിൻ ശരീരത്തിൽ കുത്തിവെച്ച് കഴിഞ്ഞാൽ അത് ദൈവത്തിന് എതിരാണ്, ദൈവത്തിന് അത് ഇഷ്ടമാകില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളുമുണ്ട്. ഇത്തരത്തിലുള്ള അന്ധമായിട്ടുള്ള വിശ്വാസങ്ങൾ നമ്മുടെ സമൂഹത്തിനും അതുപോലെ മനുഷ്യർക്കും അപകടമാണ്. അത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ ഇല്ലാതെയാകണമെങ്കിൽ ശരിക്കും എങ്ങനെയാണ് നമ്മുടെ മസ്തിഷ്കം പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ പ്രവർത്തനം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ അന്ധവിശ്വാസം എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നും നമ്മുടെ തലച്ചോറിൻ്റെ ഏത് രീതിയിലുള്ള പ്രവർത്തനമാണ് വിശ്വാസങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മനുഷ്യർക്ക് ഒരുപാട് വർഷങ്ങളായിട്ട് തന്നെ വിശ്വാസമുണ്ട്, ദൈവവിശ്വാസം തന്നെ. ഏറ്റവും പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആധുനിക മനുഷ്യൻ അല്ലെങ്കിൽ ഹോമോസാപ്പിയൻ ഭൂമിയിൽ ഉണ്ടായിട്ട് ഏകദേശം 3 ലക്ഷം വർഷമായിട്ടുണ്ട്. മൊറോക്കോയിലെ ഇർഹൗദിൽ നിന്നാണ് നമുക്ക് ഏറ്റവും പഴക്കം ചെന്നിട്ടുള്ള ഹോമോസാപ്പിയൻസിൻ്റെ ഫോസിലുകൾ കിട്ടിയിട്ടുള്ളത്. കൂടാതെ എത്യോപ്യയിൽ നിന്നും ഏകദേശം 2 ലക്ഷത്തോളം പഴക്കമുള്ള മനുഷ്യൻ്റെ പ്രാചീന ഫോസിലുകളും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതായത് ആദിമ മനുഷ്യൻ്റെ കാലഘട്ടം മുതൽ തന്നെ മനുഷ്യന് വിശ്വാസമുണ്ട്. മനുഷ്യർ പലതരത്തിലുള്ള ആചാരങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് പറയുന്ന സംഘടിതമായിട്ടുള്ള മതത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. സംഘടിതമായിട്ടുള്ള മതങ്ങൾ, ഓർഗനൈസ്ഡ് ആയിട്ടുള്ള മതങ്ങൾ ഉണ്ടായിട്ട് ഏകദേശം ഒരു 10,000-ഓളം വർഷമാകുന്നു എന്നാണ് ഗവേഷകരും ചരിത്രകാരന്മാരും പറയുന്നത്. അതായത് മനുഷ്യൻ്റെ ആദ്യ കാലഘട്ടം മുതൽ തന്നെ മനുഷ്യന് വിശ്വാസമുണ്ട്. ദൈവത്തിലുള്ള അല്ലെങ്കിൽ അദൃശ്യമായിട്ടുള്ള ഒരു ശക്തിയിലുള്ള വിശ്വാസമുണ്ട്. ഈ വിശ്വാസം മനുഷ്യന് അനിവാര്യമാണോ? ഈ വിശ്വാസം കാരണമാണോ ഇന്ന് കാണുന്ന മനുഷ്യൻ ഈ രൂപത്തിലും ഈ ഭാവത്തിലും ഈ കാണുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യയിലും കഴിയാൻ സാധിക്കുന്നത്? എന്തുകൊണ്ടാണ് ആദ്യ കാലഘട്ടം മുതൽ തന്നെ മനുഷ്യന് ഇത്തരത്തിലുള്ള വിശ്വാസമുണ്ടായത്? അതിനുപരിയായി വളരെയധികം വിദ്യാഭ്യാസമുണ്ട ആളുകൾക്ക് പോലും വളരെ മോശമായിട്ടുള്ള അന്ധവിശ്വാസങ്ങളുമുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞ പല അനാചാരങ്ങളും അത്തരത്തിൽ ഉയർന്ന വിദ്യാഭ്യാസമുള്ള ആളുകൾ പോലും ചെയ്യുന്നുണ്ട്. റോക്കറ്റ് വിക്ഷേപിക്കുന്നതിന് മുൻപ് തേങ്ങ ഒടിക്കുന്നത് ഒരു പതിവായിട്ട് മാറിയിട്ടുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ മതാചാരപരമായിട്ടുള്ള പല കാര്യങ്ങളും നടത്തുന്നത് നമ്മൾ നിത്യജീവിതത്തിൽ കാണുന്നുണ്ട്. ഒരു കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു ഡോക്ടർ വിവാഹത്തിന് മുമ്പ് ജാതകം പരിശോധിക്കുന്നതും നമ്മൾ ഈ കാലഘട്ടത്തിൽ കാണുന്നുണ്ട്. മിക്കവാറും എല്ലാ ആളുകളും അതൊക്കെ ചെയ്യുന്നുമുണ്ട്. എന്താണ് ഈ വിശ്വാസത്തിൻ്റെ പിന്നിലുള്ള കാരണം? നമ്മുടെ മസ്തിഷ്കം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അതിൻ്റെ ഏത് തരത്തിലുള്ള പ്രവർത്തനം കാരണമാണ് വിശ്വാസവും അന്ധവിശ്വാസവും ഒക്കെ നമ്മളിലേക്ക് വരുന്നത്? മസ്തിഷ്കത്തിൽ ശരിക്കും വലിയൊരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. മസ്തിഷ്കത്തിന് 2 വശങ്ങളുണ്ട്. ഫിസിക്കലായിട്ടുള്ള വശങ്ങളെക്കുറിച്ചല്ല, അവിടെ നടക്കുന്ന പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2 വശങ്ങളെയാണ്. ഒരു വശമെന്ന് പറയുന്നത് അത് വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അവിടെ ശാസ്ത്രീയമായിട്ടുള്ള ചിന്തകളോ അല്ലെങ്കിൽ യുക്തിക്കോ ഒന്നും ഒരു പ്രാധാന്യവുമില്ല. എന്നാൽ മറുവശത്തുള്ളത് യുക്തിയാണ്, ശാസ്ത്രീയമായിട്ടുള്ള ചിന്തകളാണ്, ആലോചനകളാണ്. ഇത് രണ്ടും പരസ്പരം യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എപ്പോഴാണോ യുക്തിക്ക് ഒരു മേൽക്കൈമുക കിട്ടുക, ആ സമയത്ത് ആ വ്യക്തി യുക്തിപരമായിട്ടുള്ള തീരുമാനങ്ങളായിരിക്കും എടുക്കുക. ഏത് സമയത്താണോ യുക്തിക്ക് മുകളിലായിട്ട് അന്ധവിശ്വാസങ്ങൾ അല്ലെങ്കിൽ വിശ്വാസങ്ങൾ കടന്നു കയറുന്നത്, അപ്പോൾ ആ വ്യക്തിയെ നിയന്ത്രിക്കുന്നത് പൂർണ്ണമായിട്ടും വിശ്വാസമായിരിക്കും. മോഡേൺ സയൻസ് പറയുന്നത് നമ്മുടെ തലച്ചോറ് എപ്പോഴും വളരെ ഈസി ആയിട്ടുള്ള കുറച്ച് മാത്രം ഊർജ്ജം ആവശ്യമുള്ള ഒരു പാത്തായിരിക്കും അല്ലെങ്കിൽ ഒരു വഴിയായിരിക്കും സ്വീകരിക്കുക എന്നതാണ്. നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണെങ്കിൽ, യുക്തിപരമായിട്ടുള്ള ചിന്തകൾ അത്യാവശ്യമാണെങ്കിൽ, ശാസ്ത്രീയമായിട്ടുള്ള വിശകലനങ്ങൾ അത്യാവശ്യമാണെങ്കിൽ അത് കൂടുതൽ ഊർജ്ജം ആവശ്യമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് തലച്ചോറിനെ സംബന്ധിച്ചിടത്തോളം. അതിൻ്റെ വഴിയും
അല്പം വളഞ്ഞു പുളഞ്ഞു പോകുന്ന വഴിയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വഴിയിലേക്ക് പോകാതെ പരമാവധി ഏറ്റവും ഈസി ആയിട്ടുള്ള വഴി ചൂസ് ചെയ്യാൻ എപ്പോഴും തലച്ചോറ് നമ്മളെ പ്രേരിപ്പിക്കും. അതുകൊണ്ടാണ് ശക്തമായിട്ടുള്ള ഒരു കാറ്റടിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ശക്തനായ കാറ്റിൻ്റെ ദൈവമാണെന്ന് പറയുന്നത്. സമുദ്രത്തിന് പിന്നിലും സമുദ്രത്തിൻ്റെ ദേവനുണ്ട്. ശക്തമായിട്ടുള്ള മഴ പെയ്യുകയാണെങ്കിൽ ആ മഴ പെയ്യിക്കുന്നത് മറ്റൊരു ദേവനാണ്. അങ്ങനെ അനേകം ദൈവം. എന്തിന് ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവമാണെന്നും മനുഷ്യർ വിശ്വസിക്കുന്നു. കാരണം വിശ്വസിക്കാനാണ് ഏറ്റവും എളുപ്പം. അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്താനും വിശകലനങ്ങൾ നടത്താനും വളരെയധികം പ്രയാസമാണ്. തലച്ചോറ് എല്ലായ്പ്പോഴും അതിൽ നിന്ന് പരമാവധി രക്ഷപ്പെടാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ തലച്ചോറിൻ്റെ ഈ കുറുക്കുവഴി മനുഷ്യനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. മനുഷ്യനെ പല പ്രതിസന്ധിയിലും അതിജീവിക്കാൻ സഹായിച്ചത് ഈ വിശ്വാസമാണ്, അല്ലെങ്കിൽ ഈ കുറുക്കുവഴിയാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. നമ്മുടെ തലച്ചോറിന് എല്ലാ കാര്യങ്ങളിലും ഒരു പാറ്റേൺ കണ്ടെത്താനുള്ള ഒരു ശേഷിയുണ്ട്. ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ തമ്മിൽ പാറ്റേണുകൾ കണ്ടെത്തും. അങ്ങനെ പാറ്റേൺ കണ്ടെത്തേണ്ടത് പ്രാചീന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മനുഷ്യൻ്റെ അത്യാവശ്യവുമായിരുന്നു. ഭക്ഷണം കണ്ടെത്താനും ശത്രുവിൽ നിന്ന് ഓടി ഒളിക്കാനുമൊക്കെ ഇത് അവനെ സഹായിച്ചു. ഉദാഹരണത്തിന്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആദിമ മനുഷ്യൻ. ആ ആദിമ മനുഷ്യൻ ആഫ്രിക്കയിലെ പുൽമേടുകളിലൂടെ വേട്ടയാടി നടക്കുകയാണ്. അങ്ങനെ അവൻ വേട്ടയാടി നടക്കുന്നതിനിടയിലാണ് അവിടെ ഉണ്ടായിരുന്ന വലിയ ചില പുൽച്ചെടികൾ പെട്ടെന്ന് ഒന്ന് കുലുങ്ങുന്നതായിട്ട് അവന് തോന്നിയത്. അവിടെ രണ്ട് സാധ്യതകളാണ് ഉള്ളത്. ഒന്നെങ്കിൽ ശക്തമായിട്ടുള്ള ഒരു കാറ്റ് ആ ദിശയിലൂടെ അടിച്ചതായിരിക്കാം. മറ്റൊന്ന്, അവിടെ ഒരു സിംഹമോ ഒരു പുലിയോ ഒളിച്ചിരിപ്പുണ്ട്. ആ പുലിയുടെ ലക്ഷ്യം അവിടെ നിൽക്കുന്ന ആ മനുഷ്യനാണ്. ഈ പറയപ്പെടുന്ന മനുഷ്യന് രണ്ട് തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാം. ഒരു തീരുമാനം അവിടെ നിന്ന് ഓടിപ്പോവുക എന്നുള്ളതാണ്. അവിടെ ഒരു പക്ഷേ സിംഹമോ പുലിയോ ഒന്നും കാണില്ല, കാറ്റടിച്ചതായിരിക്കും. ഇത് ഫാൾസ് പോസിറ്റീവാണ്. അതായത് അവിടെ ഇല്ലാത്ത ഒരു കാര്യം ഉണ്ടെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അവിടെ നിന്നും ഓടിപ്പോവുക, അല്ലെങ്കിൽ ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുക. രണ്ടാമത്തെ തീരുമാനം, അത് കാറ്റടിച്ചതാണെന്ന് മനസ്സിലാക്കി അവിടെ തന്നെ നിൽക്കുക, അല്ലെങ്കിൽ അവിടെ ചെയ്തുകൊണ്ടിരുന്ന ആ ജോലി തുടർന്ന് കൊണ്ടുപോവുക. ഇങ്ങനെ ചെയ്യുമ്പോൾ അവിടെ ഒരു പക്ഷേ ഇരിക്കുന്നത് ഒരു സിംഹമോ പുലിയോ ആയിരിക്കാം. അടുത്ത നിമിഷത്തിൽ ആ സിംഹമോ പുലിയോ അവിടെ നിന്ന് ചാടി ഈ മനുഷ്യൻ്റെ ദേഹത്തേക്ക് വീഴാം. ആ മനുഷ്യൻ ആ പുലിക്കും അല്ലെങ്കിൽ ആ സിംഹത്തിനും ഭക്ഷണമായി മാറും. ഇത് ട്രൂ നെഗറ്റീവാണ്. അവിടെ യഥാർത്ഥത്തിൽ അങ്ങനൊരു മൃഗമുണ്ട്, പക്ഷേ ആ മൃഗം അവിടെ ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല, അല്ലെങ്കിൽ ഇല്ല എന്നാണ് നമ്മൾ അതിനെ കണക്കിലെടുക്കുന്നത്. ഇതിൽ ഏത് തീരുമാനമാണ് ഏറ്റവും ഉചിതം? ഏറ്റവും ഉചിതമായ തീരുമാനം ആദ്യത്തെ തീരുമാനമാണ്. അവിടെ സിംഹമാണെങ്കിലും പുലിയാണെങ്കിലും ഇനിയിപ്പോൾ കാറ്റാണെങ്കിലും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുക. ഓടി രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ തന്നെ സംരക്ഷിക്കാൻ സാധിക്കും. ഒന്നാമത്തെ തീരുമാനം എടുത്തത് ആ മനുഷ്യൻ ഒരു പാറ്റേൺ ഉണ്ടാക്കിയത് കൊണ്ടാണ്. മുൻകാല എക്സ്പീരിയൻസുകളിലൂടെ ഇത്തരത്തിലുള്ള പുൽമേടുകളിൽ പുലിയോ സിംഹമോ ഒക്കെ ഒളിഞ്ഞിരുന്ന് വേട്ട ചെയ്യുമെന്നുള്ള ഒരു മുൻധാരണയുണ്ട്. അതിനു പുറമെ അവരുടെ പൂർവികർ പറഞ്ഞു കൊടുത്തിട്ടുള്ള പല കഥകളുമുണ്ട്. ആ കഥകളിലൊക്കെ ഇങ്ങനെ ഒളിഞ്ഞിരുന്ന മൃഗങ്ങൾ മനുഷ്യനെ വേട്ടയാടി കൊന്നിട്ടുമുണ്ട്. ഈ ഓർമ്മകളുടെ അടിസ്ഥാനത്തിൽ അതുമായിട്ടൊരു ബന്ധവുമില്ലാത്ത ഒരു സമയത്ത്, അതുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരു സിറ്റുവേഷനിൽ, ഒരു എൻവയോൺമെൻറ്റിൽ അദ്ദേഹം ആ കാര്യങ്ങളൊക്കെ ഓർത്തെടുത്ത് അവിടെ ഒരു പാറ്റേൺ ഉണ്ടാക്കി. ആ പാറ്റേൺ അവിടെ പൂർണ്ണമായിട്ടും തെറ്റായിരിക്കാം. എങ്കിൽ പോലും അങ്ങനൊരു പാറ്റേൺ ഉണ്ടാക്കിയെടുത്തതിന് ശേഷമാണ് ആ വ്യക്തി അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നത്. ഇതിനെയാണ് നമ്മുടെ തലച്ചോറിൻ്റെ പാറ്റേൺ സിറ്റി എന്ന് പറയുന്നത്. ഈ കഴിവ് മനുഷ്യനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഏത് പഴമാണ് കഴിക്കേണ്ടത്, എവിടെയാണ് വെള്ളമുള്ളത്, ആ വെള്ളം നമുക്ക് കുടിക്കാൻ കൊള്ളുമോ, ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ മരിക്കുമോ, അല്ലെങ്കിൽ ഈ പഴം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ മരിക്കുമോ, ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾക്കും ഉത്തരം കണ്ടെത്താൻ ഇങ്ങനെ മനുഷ്യൻ ഉണ്ടാക്കിയെടുത്ത പാറ്റേണുകൾ സഹായിച്ചു. ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയെക്കുറിച്ച് നമ്മൾ പറയാറില്ലേ? ഇവിടെയും സംഭവിച്ചത് അതുതന്നെയാണ്. ഒരു തവണ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച എല്ലാ തവണയും വെള്ളത്തിൻ്റെ മുൻപിൽ വരുമ്പോൾ അത് ചൂടുവെള്ളമാണോ എന്ന് ഒന്ന് സംശയിക്കും. കാരണം ആ പൂച്ച പാറ്റേൺ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഇതിനൊരു മറുവശവുമുണ്ട്. പാറ്റേൺ ഈ കാര്യത്തിൽ മാത്രമല്ല, സകല കാര്യങ്ങളിലും മനുഷ്യൻ ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ദുശകുനവും ഭാഗ്യചിഹ്നവും ഭാഗ്യ നിറവും മോശമായിട്ടുള്ള നിറവും, അതുപോലെ വിധവകളെ കണ്ട് ഒരു കാര്യത്തിന് പോകുന്നത് ശുഭകരമായിട്ടുള്ളൊരു കാര്യമായി മാറുന്നതും, ശവത്തെ കണ്ടിട്ട് പോകുന്നത് ശുഭകരമായിട്ടുള്ളൊരു കാര്യമായി മാറുന്നതും, ഇനി അങ്ങോട്ട് പോകുന്ന വഴിക്ക് നിങ്ങൾ തുമ്മുകയാണെങ്കിൽ അത് മോശമായിട്ടുള്ളൊരു കാര്യമാകുന്നതും, ഒരു വഴിക്ക് നിങ്ങൾ പുറപ്പെടുമ്പോൾ നിങ്ങളുടെ മുൻപിലൂടെ ഒരു കറുത്ത പൂച്ച ചാടിപ്പോവുകയാണെങ്കിൽ അത് മോശകരമായിട്ടുള്ള ഒരു സൂചനയായി മാറുന്നതും, നിങ്ങളൊരു യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ വലതുവശത്ത് ഒരു ഉപ്പൻ ഇരിക്കുകയാണെങ്കിൽ ആ പോകുന്ന കാര്യം മുടങ്ങിപ്പോകുമെന്നുള്ള ചിന്ത ഉണ്ടാകുന്നതുമൊക്കെ ഇങ്ങനെയാണ്. നിങ്ങൾ ചില ഇൻ്റർവ്യൂവിന് അല്ലെങ്കിൽ പരീക്ഷയ്ക്കൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഭാഗ്യ പേന നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗ്യ വസ്ത്രം ധരിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കും.
ഇതെല്ലാം മനുഷ്യൻ ഉണ്ടാക്കിയെടുക്കുന്ന പാറ്റേണാണ്. നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനം ഇപ്പോഴും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപുള്ള ആ ഘട്ടത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യന് പെട്ടെന്ന് തീരുമാനമെടുക്കണം. പുല്ലൊന്ന് ഇളകിക്കഴിഞ്ഞാൽ ഞൊടിയിട കൊണ്ട് അവിടെ നിന്നും ഓടി രക്ഷപ്പെടണം. അതിന് പാറ്റേൺ തന്നെ ഉണ്ടാക്കണം. അല്ലാതെ അവിടെ നിന്നുകൊണ്ട് ശാസ്ത്രീയമായിട്ട് വിശകലനം ചെയ്യാനോ അല്ലെങ്കിൽ യുക്തിപരമായിട്ട് ചിന്തിക്കാനോ ഉള്ള സമയം നമുക്കില്ല. പക്ഷേ കാലം ഒരുപാട് കടന്നുപോയി, ശാസ്ത്ര സാങ്കേതിക വിദ്യയൊക്കെ വന്നു. ഇപ്പോൾ മനുഷ്യൻ വേട്ടയാടിയല്ല ജീവിക്കുന്നത്. ഇപ്പോഴുള്ള മൃഗങ്ങൾക്കൊക്കെ മനുഷ്യനെ ഭയന്ന് ജീവിക്കേണ്ട അവസ്ഥയാണ്. അവരെ നമ്മൾ മൃഗശാലയിൽ കൊണ്ടുപോയിടുന്നു, അല്ലെങ്കിൽ അവർക്ക് ജീവിക്കാനായിട്ട് പ്രത്യേകമായിട്ടൊരു സ്ഥലം കൊടുക്കുന്നു. അവിടെ നിന്നും മനുഷ്യർ ഉള്ള സ്ഥലത്തേക്ക് വരികയാണെങ്കിൽ അവരെ വേട്ടയാടാനോ അല്ലെങ്കിൽ അവരെ വെടിവെച്ച് കൊല്ലാനോ ഒക്കെ മനുഷ്യർ ശ്രമിക്കുന്നു. നിലവിൽ മനുഷ്യനാണ് ഈ മൃഗങ്ങൾക്കൊക്കെ മുകളിൽ ഒരു അപ്പർ ഹാൻഡായിട്ട് നിൽക്കുന്നത്. നമുക്ക് പെട്ടെന്ന് ഞൊടിയിടയിൽ എടുക്കേണ്ട തീരുമാനങ്ങൾ വളരെയധികം കുറവാണ്. നമുക്ക് ചിന്തിക്കാനുള്ള സമയമുണ്ട്, പഠനങ്ങൾ നടത്താനുള്ള സമയമുണ്ട്, പഠിക്കാനുള്ള കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്, പഠനത്തിന് ആവശ്യമായിട്ടുള്ള ഭാഷയും പുസ്തകങ്ങളും ഒക്കെ നമ്മുടെ പക്കലുണ്ട്. അത് പഠിക്കുക, കൂടുതൽ പഠനങ്ങൾ നടത്തുക, വിശകലനങ്ങൾ നടത്തുക, ഇതൊക്കെ ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ്. പക്ഷേ നമ്മുടെ തലച്ചോർ ആ തലത്തിലേക്ക് മാറിയിട്ടില്ല. ഇപ്പോഴും പഴയ ആ വേട്ടക്കാരൻ്റെ അതേ തലച്ചോറ് തന്നെയാണ് നമുക്കുമുള്ളത്. ഒരു വലിയ പ്രതിസന്ധിയിൽ അകപ്പെടുമ്പോൾ, ഒരു വലിയ പ്രശ്നത്തിൽ അകപ്പെടുമ്പോൾ നമ്മുടെ തലച്ചോറ് വളരെ ഈസി ആയിട്ടുള്ളൊരു വഴിയിലൂടെ കടന്നു പോകാനായിരിക്കും നമ്മളെ നിയന്ത്രിക്കുക. ക്യാൻസർ രോഗം പിടിപെടുമ്പോൾ പെട്ടെന്ന് ക്യാൻസർ മാറാനായിട്ട് മുള്ളാത്ത പോലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനുള്ള വികലമായിട്ടുള്ള ശ്രമങ്ങൾ നടത്താറുണ്ട്. ഈ അടുത്തിടയ്ക്ക് തന്നെ നമ്മുടെ കേരളത്തിൽ ക്യാൻസർ രോഗം വന്ന ഒരു സ്ത്രീ മോഡേൺ മെഡിസിൻ ഒന്നും സ്വീകരിക്കാതെ പ്രകൃതി ചികിത്സയുമായിട്ട് മുന്നോട്ട് പോവുകയും ഒടുവിൽ മരണത്തിന് മുമ്പിൽ കീഴടങ്ങേണ്ടി വരികയും ചെയ്തതൊക്കെ നമ്മൾ വാർത്തകളിലൂടെ കണ്ടതാണ്. തലച്ചോറിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഈ ഡിഫോൾട്ട് മോഡിനെ അതിജീവിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. ബോധപൂർവമുള്ള ചിന്തകൾ നമ്മൾ ഉണ്ടാവണം. ബോധപൂർവം ആ സ്വാഭാവികമായിട്ടുള്ള ഈസിയസ്റ്റ് റൂട്ടിൽ നിന്നും അതിജീവിച്ച് ചിന്തകൾക്കും യുക്തികൾക്കും നമ്മൾ പ്രാധാന്യം കൊടുക്കണം. മറ്റൊരു കാരണം ബുദ്ധിയുടെ അറകളാണ്. ബുദ്ധി എന്ന് പറയുന്നത് ഒരൊറ്റ അറയല്ല, അനേകം അറകളുടെ ഒരു കോമ്പിനേഷനാണ്. ഒരു അറയിൽ കൂടുതലായിട്ട് ഒരു വ്യക്തിക്ക് ബുദ്ധിയുണ്ട് അല്ലെങ്കിൽ ചിന്താശേഷി ഉണ്ടെന്ന് കരുതുക. അതിൻ്റെ അർത്ഥം എല്ലാ അറകളുടെയും അവസ്ഥ അങ്ങനെയാണെന്നല്ല. ഉദാഹരണത്തിന് ഒരു ആസ്ട്രോഫിസിസിസ്റ്റ്, ആ വ്യക്തിക്ക് മികച്ച രീതിയിൽ ആസ്ട്രോഫിസിക്സ് പഠനങ്ങൾ നടത്താൻ സാധിക്കും, ഗണിതപരമായിട്ടുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ആ വ്യക്തി മികച്ച ഒരു പാചകക്കാരനോ മികച്ച ഒരു ഡ്രൈവറോ ആകണമെന്നില്ല. അതുപോലെ തന്നെ ഒരു യുക്തിവാദി എല്ലാ മേഖലകളിലും പൂർണ്ണമായിട്ടുള്ള ഒരു യുക്തിവാദി ആകണമെന്നില്ല. പല കാര്യങ്ങളിലും അയാൾ യുക്തിപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുമായിരിക്കും, എന്നാൽ മറ്റ് ചില മേഖലകളിൽ യുക്തിപരമായിട്ടുള്ള തീരുമാനമായിരിക്കില്ല ആ വ്യക്തി സ്വീകരിക്കുന്നത്. ആ വ്യക്തിക്ക് ബോധപൂർവമായിട്ടുള്ള ചിന്ത ഉണ്ടാകണം. പരമാവധി മേഖലകളിലേക്ക് അറിവുകൾ സ്വരൂപിച്ചിട്ട് അവിടെയെല്ലാം യുക്തിപരമായിട്ട് ചിന്തിക്കാനുള്ള ഒരു ശേഷി വികസിപ്പിച്ചെടുക്കണം. ബാല്യകാലത്ത് എല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കഥകൾ കേൾക്കുന്നുണ്ട്. അതിൽ പലതും വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റോറീസാണ്. ഇങ്ങനെ ആ കുട്ടിയിലേക്ക് എത്തിച്ചേരുന്ന സകല കാര്യങ്ങളും ആഴത്തിൽ പതിയുന്നതാണ്. കാരണം ആ കുട്ടി വളരെയധികം ചെറിയ പ്രായത്തിലായിരിക്കുന്ന സാഹചര്യത്തിൽ ആ കുട്ടിയുടെ യുക്തിപരമായിട്ട് ചിന്തിക്കാനുള്ള ശേഷി വളരെ കുറവാണ്. കാരണം യുക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് ആ കാലഘട്ടത്തിലൊന്നും വികസിച്ചിട്ടില്ല. അത് പൂർണ്ണമായിട്ടും വികസിക്കുന്നത് ടീനേജിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ മാത്രമാണ്. അത് പൂർണ്ണമായിട്ടും വികസിക്കുന്നതിന് മുൻപ് തന്നെ കുട്ടികളിൽ ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾ അല്ലെങ്കിൽ അവിശ്വാസങ്ങൾ എത്തപ്പെട്ട് കഴിഞ്ഞാൽ അത് ആഴത്തിൽ പതിഞ്ഞു പോവുകയും പിന്നീട് അത് മാഞ്ഞു പോകാൻ വളരെയധികം പ്രയാസമായിരിക്കുകയും ചെയ്യും. പിന്നീടുള്ള തലച്ചോറിൻ്റെ ഉത്തരവാദിത്വം അങ്ങനെ പതിഞ്ഞു കിടക്കുന്ന ആ വിശ്വാസങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതിന് വിപരീതമായിട്ടുള്ള എന്ത് തെളിവ് കിട്ടിയാലും അല്ലെങ്കിൽ ആരെങ്കിലും എന്ത് പറഞ്ഞാലും തലച്ചോറ് പൂർണ്ണമായിട്ടും അതിനെയൊക്കെ നിരാകരിക്കാനും അതിനെയൊക്കെ തള്ളിപ്പറയാനും പ്രേരിപ്പിക്കും. എത്രമാത്രം വിദ്യാഭ്യാസമുള്ള ആളാണെങ്കിലും, ഒരു അധ്യാപകനാണെങ്കിലും, ഒരു ശാസ്ത്രജ്ഞനാണെങ്കിലും, ഒരു ഡോക്ടറാണെങ്കിലും, ഒരു എഞ്ചിനീയർ ആണെങ്കിലും ആ വ്യക്തിക്ക് ചെറിയ പ്രായത്തിൽ ലഭ്യമായിട്ടുള്ള ആ വിശ്വാസങ്ങൾ ഉള്ളിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. എല്ലായ്പ്പോഴും ആ വിശ്വാസത്തെ സംരക്ഷിക്കാനായിട്ട് അവർ ശ്രമിക്കും. അവർക്ക് കിട്ടിയ അറിവുകളൊക്കെ ആ വിശ്വാസത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അവർ ഉപയോഗിക്കുന്നത്. ദൈവവിശ്വാസവും വിശ്വാസങ്ങളുമൊക്കെ നമ്മുടെ തലച്ചോറിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പലർക്കും ചോദിക്കാം, തലച്ചോറിൻ്റെ ഏത് ഭാഗത്തായിരിക്കും ഈ ദൈവവിശ്വാസമുള്ളത്, അല്ലെങ്കിൽ ദൈവം എന്ന സങ്കല്പം തന്നെ തലച്ചോറിൻ്റെ ഏത് ഭാഗത്താണ്, അല്ലെങ്കിൽ ഗാഡ്സ് പാർട്ട് എവിടെയാണ് ശരിക്കും സ്ഥിതി ചെയ്യുന്നത്? ഇതുമായി ബന്ധപ്പെട്ട് ശരിക്കും പറഞ്ഞാൽ ഗവേഷണങ്ങൾ നടന്നിട്ടുണ്ട്. യൂട്ടാ സർവകലാശാലയിൽ മോർമോൺ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള വിശ്വാസികളായിട്ടുള്ള ആളുകളുടെ തലച്ചോറിൽ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ ധ്യാനത്തിൽ ഇരിക്കുമ്പോൾ അവരുടെ തലച്ചോറിൻ്റെ ഭാഗമായിട്ടുള്ള ന്യൂക്ലിയസ് അക്യുംബൻസ്
അതുപോലെ വെൻട്രോമീഡിയൽ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് അത് കൂടുതലായിട്ട് പ്രവർത്തിക്കുന്നതാണ്. നമുക്ക് ഒരുപാട് സന്തോഷമുണ്ടാകുമ്പോൾ, ആനന്ദമുണ്ടാകുമ്പോൾ, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ, അല്ലെങ്കിൽ സ്നേഹിക്കുമ്പോൾ, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ, ഇഷ്ടമുള്ള വെള്ളം കുടിക്കുമ്പോൾ, അല്ലെങ്കിൽ ജ്യൂസ് കുടിക്കുമ്പോഴൊക്കെ ഈ ഭാഗങ്ങൾ പ്രവർത്തിക്കുന്നതാണ്. അതിനെല്ലാം ഉപരിയായി നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡ്രഗ് ഉപയോഗിക്കുമ്പോഴും, അല്ലെങ്കിൽ കറുപ്പ് പോലെയുള്ള ഡ്രഗ്സ് ഉപയോഗിക്കുമ്പോഴുമൊക്കെ ഇതേ ഭാഗങ്ങൾ തന്നെ പ്രവർത്തിക്കുന്നതാണ്. മുമ്പ് കാർൽ മാർക്സ് പറഞ്ഞിട്ടുണ്ട്, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന്. ന്യൂറോളജിക്കൽ പഠനങ്ങളും സൂചിപ്പിക്കുന്നത് അതുതന്നെയാണ്. ഓപ്പിയോഡ് അല്ലെങ്കിൽ കറുപ്പ് ഒരു മനുഷ്യൻ്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ തലച്ചോറിൽ എന്തൊക്കെ മാറ്റങ്ങളാണോ സംഭവിക്കുന്നത്, എന്തൊക്കെ രാസമാറ്റങ്ങളാണോ സംഭവിക്കുന്നത്, അതേ മാറ്റങ്ങൾ തന്നെയാണ് ഒരു വ്യക്തി പ്രാർത്ഥിക്കുമ്പോഴും ധ്യാനത്തിൽ ഇരിക്കുമ്പോഴും അവരുടെ തലച്ചോറിൽ സംഭവിക്കുന്നത്. ഡോപ്പമിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. നമ്മുടെ തലച്ചോറിലെ സന്തോഷ കേന്ദ്രങ്ങളെ നിയന്ത്രിക്കുന്നത് ഡോപ്പമിനാണ്. പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ ധ്യാനത്തിലിരിക്കുമ്പോഴൊക്കെ ഈ ഡോപ്പമിൻ കൂടുതലായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പാർക്കിൻസൺസ് ഡിസീസ് ബാധിച്ചിട്ടുള്ള ആളുകളിൽ ഡോപ്പമിൻ്റെ സെക്രീഷനിൽ കുറവ് സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ രോഗബാധിതരായിട്ടുള്ള ആളുകൾ സാധാരണഗതിയിൽ ആളുകൾ ചെയ്യുന്നത് പോലെയുള്ള മതപ്രക്രിയകളോ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ആചാരങ്ങളോ ചെയ്യാറില്ല, അല്ലെങ്കിൽ അതിലൂടെ അവർക്ക് ആനന്ദം കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല. നിരന്തരമായിട്ടുള്ള പ്രാർത്ഥനയിലൂടെയും ധ്യാനത്തിലൂടെയും തപസ്സിലൂടെയും ഒക്കെ ആളുകളിൽ ഡോപ്പമിൻ പരമായിട്ടുള്ള വലിയ വ്യതിചലനങ്ങൾ സംഭവിക്കുന്നു. അത്തരത്തിലുള്ള വലിയ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ തൻ്റെ മുൻപിൽ ദൈവം നിൽക്കുന്നതായിട്ട് അവർക്ക് തോന്നുന്നു, ദൈവം തന്നോട് സംസാരിക്കുന്നതായിട്ട് അവർക്ക് തോന്നുന്നു, ദൈവത്തിൻ്റെ ഉൾവിളികൾ ഉണ്ടാകുന്നതായിട്ട് അവർക്ക് തോന്നുന്നു. നമ്മൾ പലപ്പോഴും പല ട്രോൾ വീഡിയോകളിലും കണ്ടിട്ടുണ്ട്. ഏതെങ്കിലും മതപരമായിട്ടുള്ള ആചാരത്തിൻ്റെ ഭാഗമായിട്ട് ആളുകളിൽ ദൈവം കയറുന്നതും അവർ ഉറങ്ങി തുള്ളുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ പറയുന്നത് അവരൊക്കെ അഭിനയിക്കുകയാണെന്നാണ്. അങ്ങനെ അഭിനയിക്കുന്ന ആളുകളും ഉണ്ടായിരിക്കാം. പക്ഷേ ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ അത്തരത്തിൽ നിരന്തരമായിട്ട് പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്ന ഒരു വ്യക്തിക്ക് അത്തരത്തിലുള്ള ഒരു ചിന്ത ഉണ്ടാകും. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുൻപിൽ ദൈവം ഉണ്ടായിരിക്കും. ദൈവം ഇവിടെ വരുന്നു എന്ന് പറയുമ്പോൾ അവർ ദൈവത്തെ ശരിക്കും അവിടെ കാണുന്നുണ്ടായിരിക്കും. അത് ഡോപ്പമിൻ പരമായിട്ടുള്ള മാറ്റങ്ങളാണ് അത്തരത്തിലുള്ള ചിന്തകൾക്ക് കാരണം. ന്യൂറോളജിസ്റ്റുകൾ പറയുന്നത് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞ് സ്വാഭാവികമായിട്ട് തന്നെ വേറൊരു ഫോഴ്സിൻ്റെയും സാന്നിധ്യം ഇല്ലാതെ തന്നെ വിശ്വാസത്തിലേക്ക് വഴുതി വീഴാനാണ് സാധ്യത കൂടുതൽ. കാരണം അത് നമ്മുടെ തലച്ചോറിൻ്റെ ഒരു ഡിഫോൾട്ട് മോഡാണ്. തലച്ചോറിൽ ദൈവത്തിൻ്റെ ഒരു വലിയ ഗുഹയുണ്ടെന്ന് പോലും ഗവേഷകർ ഹാസ്യരൂപേണ പറയാറുണ്ട്. മനുഷ്യൻ പിന്നീട് നടത്തുന്ന പ്രക്രിയകളിലൂടെ, പിന്നീട് മനസ്സിലാക്കുന്ന കാര്യങ്ങളിലൂടെ, യുക്തിയുടെ വഴിയെ ബോധപൂർവം സഞ്ചരിച്ചാൽ മാത്രമേ അവന് ഒരു യുക്തിവാദി അല്ലെങ്കിൽ യുക്തിയുടെ അടിസ്ഥാനത്തിൽ മാത്രം കാര്യങ്ങളെ നിർവചിക്കാൻ സാധിക്കുന്നത്. മലയാളികളിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ള ഏതൊരു വിഭാഗവുമായിട്ട് കമ്പയർ ചെയ്താലും യുക്തിപരമായിട്ട് പല കാര്യങ്ങളെയും അപ്രോച്ച് ചെയ്യുന്ന വ്യക്തികളാണ് മലയാളികൾ. മഴ പെയ്യുകയാണെങ്കിൽ അത് അതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രം എന്താണെന്ന് മനസ്സിലാക്കി ആ രീതിയിൽ ചിന്തിക്കുന്നവരാണ് മനുഷ്യർ. അല്ലാതെ തവളകൾ തമ്മിൽ പരസ്പരം കല്യാണം കഴിപ്പിച്ചു കഴിഞ്ഞാൽ മഴമേഘങ്ങൾ ഉണ്ടാകുമെന്നും അത് ഘനീഭവിച്ച് മഴയായിട്ട് പെയ്യുമെന്നൊന്നും മലയാളികൾ ബഹുഭൂരിപക്ഷം ആളുകളും ചിന്തിക്കുന്നില്ല. ശാസ്ത്രീയമായിട്ട് വളരെയധികം മുന്നോട്ട് ചിന്തിക്കുന്ന, പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്ന, യുക്തിപരമായിട്ട് ചിന്തിക്കുകയും തീരുമാനങ്ങൾ എടുക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് നമ്മൾ മലയാളികൾ. അത് നമ്മുടെ കമൻറ്റ് ബോക്സുകളിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എൻ്റെ കമൻറ്റ് ബോക്സുകളിലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്ന ആളുകളുടെ കമൻറ്റ് ബോക്സിലുമൊക്കെ അത്തരത്തിലുള്ള ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ആ വിശ്വാസികളെല്ലാം പൂർണ്ണമായിട്ടും നിരീശ്വരവാദികളാണെന്ന് പറയാൻ സാധിക്കില്ല. അതിൽ നല്ലൊരു ശതമാനവും വിശ്വാസികൾ തന്നെയാണ്. വിശ്വാസികളായിട്ടുള്ള ആളുകൾ പോലും ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് മനുഷ്യരാശിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രോഗ്രസീവായിട്ടുള്ള ഒരു കാര്യമാണ്. കുഞ്ഞ് ജനിക്കുമ്പോൾ മുതൽ ആ കുഞ്ഞ് ഒരു ഡിഫോൾട്ട് മോഡിലാണെന്ന് പറഞ്ഞു. അതിൻ്റെ കാരണവും ന്യൂറോളജിസ്റ്റുകൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമ്മുടെ തലച്ചോറിൻ്റെ വെൻട്രോമീഡിയൽ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് ആണ് വിശ്വാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും തലച്ചോറ് അതുമായി ബേസ് ചെയ്തിട്ട് ഡിഫോൾട്ടായിട്ടായിരിക്കും പ്രവർത്തിക്കുക. അതിന് വിപരീതമായിട്ടുള്ള അല്ലെങ്കിൽ അതിനെ എതിർത്തുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നേരിടുന്നത് സിംഗുലേറ്റ് കോർട്ടെക്സ് എന്ന് പറയുന്ന തലച്ചോറിൻ്റെ ഒരു ഭാഗമാണ്. അതാണ് വേദനയ്ക്കും വെറുപ്പിനും കാരണമായി മാറുന്നത്. ചീഞ്ഞ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് എത്രമാത്രം മോശമായിട്ടുള്ള രീതിയിലാണോ ചിന്തിക്കുക, അല്ലെങ്കിൽ എത്രമാത്രം ഒരു വെറുപ്പ് ആ ഭക്ഷണത്തോട് നമുക്ക് തോന്നും, അല്ലെങ്കിൽ ആ ഭക്ഷണം തന്ന ആളോട് നമുക്ക് തോന്നും, അതേ രീതിയിലായിരിക്കും നമ്മുടെ വിശ്വാസത്തിന് എതിരെയായി ഒരു വ്യക്തി സംസാരിക്കുമ്പോൾ ആ വ്യക്തിയോട് നമുക്ക് തോന്നുന്നത്. എൻ്റെ ഈ വീഡിയോ കാണുന്നതിൽ നല്ലൊരു ശതമാനം ആളുകൾക്കും ഇപ്പോൾ എന്നോടൊരു വെറുപ്പുണ്ടെന്ന് എനിക്കറിയാം. അത് അൺസബ്സ്ക്രൈബ് ചെയ്ത് അവർ രേഖപ്പെടുത്തുമെന്നോ അല്ലെങ്കിൽ കമൻറ്റിലൂടെ എന്നെ ചീത്ത വിളിക്കുമെന്നോ ഒക്കെ എനിക്കറിയാം. ആ ഒരു ധാരണയോടുകൂടി തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. എൻ്റെ ഈ വീഡിയോയിലൂടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് എനിക്ക് കിട്ടണമെന്നുള്ള ഒരു ചിന്തയൊന്നുമില്ല. എൻ്റെ ഈ വീഡിയോയിലൂടെ
കുറേയധികം ആളുകളിലെങ്കിലും പോസിറ്റീവായിട്ടുള്ള ഒരു ചിന്ത ഉണ്ടാവുകയാണെങ്കിൽ അതെനിക്കൊരു വലിയ നേട്ടമാണ്. അതിലൂടെ ഒരു നരബലിയെങ്കിലും ഒഴിവാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങൾക്ക് പുറകെ പോകാതെ മോഡേൺ സയൻസിൽ അഭയം പ്രാപിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ, അങ്ങനെ ഒരു വ്യക്തിയെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ഈ വീഡിയോയുടെ ഒരു വലിയ പോസിറ്റീവായിട്ട് ഞാൻ എടുക്കുന്നുണ്ട്. സമൂഹത്തിൽ അത്തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഞാനൊരു 25 മെമ്മറി ട്രിക്കുകൾ പറഞ്ഞു തരാം. ആ ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വെക്കാനും സാധിക്കുന്നതാണ്. ഈ 25 മെമ്മറി ട്രിക്കുകൾ ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ വെബ്സൈറ്റിലും മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 3000 രൂപയാണ് കോഴ്സിൻ്റെ ഫീ. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ MBK20 എന്ന പ്രോമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക.